സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ബിനീഷ് ബാസ്റ്റൻ. ടീമേ എന്ന പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുകയാണ് ബിനീഷിനെ എന്ന് പറയാം. അത്രമാത്രം സ്നേഹത്തോടെ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ബിനീഷിനെ കുറിച്ച് ചിന്തിക്കുന്നതും. പ്രേക്ഷകരുടെ ഇടയിൽ ബിനീഷിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. വളരെ സാധു മനുഷ്യൻ, വളരെ സാധാരണമായി ചിന്തിക്കുന്നൊരു സാധാരണ മനുഷ്യൻ എന്നാണ് ബിനീഷിനെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. ബിനീഷിന് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടമാണ് എന്നും ബിനീഷ് ഇഷ്ടത്തിലാണ് എന്നുള്ള വാർത്തയുമൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാരാണ് എന്നുള്ള ചർച്ച സോഷ്യൽ മീഡിയയിലാകെ നിൽക്കുന്നുണ്ടായിരുന്നു. നടൻ ബിനീഷ് ബാസ്റ്റനുടനെ മിന്നുകെട്ടുണ്ടായിരിക്കുമെന്നും പെണ്ണ് ആരാണെന്നറിയാമോ എന്നൊക്കെ നിരവധി പേരാണ് ചോദിച്ചെത്തുന്നത്. എന്നാൽ പെണ്ണിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അനുമോൾ പറയുന്ന വെല്ലുവിളിയെക്കുറിച്ചൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാഹ വാർത്ത ശരിയാണ്, പക്ഷേ ആ പെൺകുട്ടി ഞാനല്ല, ഹണിച്ചേച്ചിക്ക് ഞാൻ വെല്ലുവിളി ഒന്നുമല്ല. ഇങ്ങനെയൊക്കെ അനുമോൾ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു. ഇനിയൊരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ എത്തിയിട്ട് വേണം കൊടുക്കാൻ. എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഗോസിപ്പുകൾ കേട്ടാൽ ഈ ചെവിയിൽ കൂടെ എടുത്ത് ആ ചെവിയിൽ കൂടെ കളയുമെന്നാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത്. തന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തയോടും അനുമോൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അനുമോളും മറ്റൊരു സ്റ്റാർ മാജിക് താരവുമായ ബിനീഷും വിവാഹിതരാകുന്നു എന്ന വാർത്തകളോടാണ് താരം ആദ്യം പ്രതികരിച്ചത്. ബിനീഷ് ഏട്ടനും ഞാനുമല്ല കല്യാണം കഴിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം. എന്നാൽ അത്തരത്തിൽ വാർത്ത കൊടുക്കുകയാണ്. ബിനീഷ് ഏട്ടൻ വേറൊരു പെൺകുട്ടിയാണ് ഉള്ളത്. ബിനീഷ് ഏട്ടൻ എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അതല്ലാതെ പറയുന്നവരോട് മനസ്സിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ എനിക്കൊന്നും പറയാനുമില്ല. ന്യൂസ് കൊടുത്ത മീഡിയക്കാർ ക്യാപ്ഷൻ കൊടുത്തത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ന്യൂസ് കൊടുത്തപ്പോൾ ചുമ്മാ കൊടുത്തു, അതിൻ്റെ പേരിൽ ക്യാപ്ഷനായി എൻ്റെ പേരെന്തിനാണ് വയ്ക്കുന്നത്? അതെന്തിനാണ് അതിൻ്റെ ആവശ്യം? അത് ചിലപ്പോൾ ഓടാൻ വേണ്ടിയായിരിക്കും. ചില ആൾക്കാർ വീഡിയോ മുഴുവൻ കാണുകയില്ല, ക്യാപ്ഷൻ മാത്രം വായിച്ചു നോക്കും. ഞാനാണെങ്കിൽ എനിക്കറിയാം ഇതൊക്കെ വെറും ഫേക്കാണെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ അമ്മമാർ ഇത് വിശ്വസിക്കും. അതാണ് എൻ്റെ പ്രശ്നം. അല്ലാതെ അവർ എന്നെ കണ്ടന്റ് വെച്ചുണ്ടാക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതവരുടെ തൊഴിലാണ്, അവർ ചെയ്തോട്ടെ. പക്ഷേ ആ രീതിയിൽ ക്യാപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത്. അത് കുറച്ചുകൂടി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതല്ലേ, സാരമില്ല. കല്യാണം ആകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയിക്കും. എന്തുകൊണ്ടെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുണ്ട്. നിങ്ങളെ അറിയിച്ചിട്ട് ബന്ധുക്കളെ പോലും അറിയിക്കൂ. വിളിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമല്ലോ എന്നും അനുമോൾ പറയുന്നുണ്ട്. അനുമോളും ബിനീഷ് ബാസ്റ്റനും തമ്മിൽ നല്ല സാഹോദര്യ ബന്ധമാണ്. ഒരുമിച്ച് ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാറുമുണ്ട്. അങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അനുമോളും ബിനീഷ് ബാസ്റ്റനും തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നത്. കൂടുതൽ ഊന്നിപ്പിടിക്കുന്നതും അതുകൊണ്ടാണെന്നും പറയുന്നു. അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ നിലയിലായ ആളാണ്, അതിൻ്റെ ബഹുമാനമുണ്ട് അനുമോളോട്. പിന്നെ എൻ്റെ കല്യാണമാണ്, പെൺകുട്ടി ആരാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് ബിനീഷ് ബാസ്റ്റൻ പറഞ്ഞതോടെ തന്നെയാണ് അനുമോളുടെ പേര് വെച്ച് വാർത്തകൾ വരാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അമ്മച്ചി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. ഫുഡ് ഉണ്ടാക്കാനല്ല കല്യാണം കഴിക്കുന്നത്, അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന ഒരിക്കൽ ബിനീഷ് ബാസ്റ്റനും തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2024 തന്നെ വിവാഹമുണ്ടാകുമെന്നും ബിനീഷ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.